ഹായ് കുഞ്ഞുങ്ങളെ, നമുക്ക് +1 നമ്മൾ സൈൻ സി പ്ലസ് സൈൻ ഡി, സൈൻ സി മൈനസ് സൈൻ ഡി എന്നുള്ള പ്രോബ്ലംസ്, ആ മെത്തേഡിലെ പ്രോബ്ലമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പ്രൂവ് ദാറ്റ് cos 4x plus cos 3x plus cos 2x by sin 4x plus sin 3x plus sin 2x is equal to cot 3x എന്ന് പ്രൂവ് ചെയ്യാം. നമ്മൾ ഈ ചോദ്യം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇത് രണ്ടും കൂടി എടുക്കാൻ ഒക്കത്തില്ല. കാരണം cos c plus cos d എന്ന് പറഞ്ഞാൽ 2 cos c plus d by 2 into cos c minus d by 2. അപ്പൊ ഇവിടെ അതായത് cos c plus cos d എന്ന് പറഞ്ഞാൽ 2 cos c plus d by 2 into cos c minus d by 2. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 2 cos 4x plus 3x by 2 into cos 4x minus 3x by 2 എന്ന് വരുമ്പോൾ ഒരു പ്രശ്നം, ഇത് 7x by 2, 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 7x by 2 എന്ന് പറയുമ്പോൾ 7 2 കൂടെ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഒരു ഫ്രാക്ഷൻ ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെ വരരുത്. അതുകൊണ്ട് ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല, ഇതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈവൻ നമ്പർ വരുന്ന രണ്ട് ടൈം ഒരുമിച്ച് എടുക്കുക. ഇങ്ങനെ, അതായത് 4x ഉം 2x കൂടെ ഒരുമിച്ച് എഴുതുക. cos 4x plus cos 2x plus cos 3x all divided by sin 4x plus sin 2x, അതൊരു ബ്രാക്കറ്റ്, പ്ലസ് sin 3x. ഇങ്ങനെ എഴുതും കേട്ടോ. cos 4x plus cos 2x ഉം 4x കൂട്ടുമ്പോൾ 6x ആണ്. അപ്പൊ അതിനെ ഒരുമിച്ച് എടുക്കാം. cos 4x plus cos 2x plus cos 3x by sin 4x plus sin 2x plus sin 3x. അപ്പൊ ഇത് ഇക്വേഷൻ cos c plus cos d, 2 cos c plus d, c plus d by 2 into cos c minus d by 2, c minus d by 2 plus cos 3x all divided by sin c plus sin d എന്ന് പറഞ്ഞാൽ 2 sin c plus d by 2 into sin c minus d by 2 plus sin 3x plus sin 3x. അങ്ങനെ അപ്പൊ നമ്മുടെ ഓർത്തോണം സൈൻ സി പ്ലസ് സൈൻ ഡി ഇക്വേഷൻ ആണ്. സൈഡിൽ ഓർത്തോണം സൈൻ സി പ്ലസ് സൈൻ ഡി. അപ്പൊ ഇത് cos c പ്ലസ് cos d ആണെങ്കിൽ 2 cos c പ്ലസ് d by 2 into cos c minus d by 2 plus cos 3x. sin c plus sin d, 2 sin c plus d by 2 into sin c minus d by 2. അറിയാമല്ലോ ഇതൊക്കെ ഇക്വേഷൻ. സൈൻ സി പ്ലസ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം എഴുതുന്നതാണ്. സൈൻ സി പ്ലസ് സൈൻ ഡി ആണെങ്കിൽ 2 sin c plus d by 2 into cos c minus d by 2 എന്ന് വരും. അപ്പൊ ഇവിടെ sin c plus sin ഇവിടെ 2 cos ആണ്, 2 cos c plus d by 2. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഒന്നുകൂടെ പറയുകയാണ്. cos c plus cos d, 2 cos c plus d by 2 into cos c minus d by 2 plus cos 3x. sin c plus sin d എന്ന് പറഞ്ഞാൽ 2 sin c plus d by 2 into cos c minus d by 2, cos c minus d by 2. ഓർത്തോള, sin c plus sin d, 2 sin c plus d by 2 into cos c minus d by 2. അതന്നെ എഴുതുന്നുണ്ട്. ഇക്വേഷൻ ഒന്ന് സൈഡിൽ എഴുതിയിട്ടേക്കുക. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഇക്വേഷൻ സൈഡിൽ എഴുതുക. അവിടെ cos c plus cos d എന്ന് പറഞ്ഞാൽ cos c plus cos d എന്ന് പറഞ്ഞാൽ 2 cos c plus d by 2 into cos c minus d by 2 എന്നാണ്. ആ ഇക്വേഷൻ ആണ് ന്യൂമറേറ്ററിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമ്മൾ ഇതിനെ കറക്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരികയാണ്. ശ്രദ്ധിച്ചോണം. 2 cos 6x by 2 into cos 2x by 2, അതായത് 6x by 2, ഇത് 4x minus 2x, 2x by 2 plus cos 3x all divided by 2 sin 6x by 2 into cos 2x by 2 എന്ന് പറയുമ്പോൾ 2x by 2 plus sin 3x. അപ്പോൾ 2 cos 3x, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3x into cos x plus cos 3x all divided by 2 sin 3x into cos x plus sin 3x plus sin 3x.
പക്ഷെ മിക്കവാറും എല്ലാം തെറ്റിദ്ധാരണ ഈ 2 2 ക്യാൻസൽ ചെയ്യുന്ന എല്ലാവരും പറയില്ല, പറ്റത്തില്ല. കാരണം ഇത് ഇടയ്ക്ക് ഒരു പ്ലസ് കിടപ്പുണ്ട്, ഓൾ ഡിവൈഡഡ് ബൈ ആണ്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ നടുക്കൊരു ടേം ആയിട്ട് ഇങ്ങനെ പ്ലസ് ആയിരുന്നു എങ്കിൽ ഇതൊറ്റ ടേം ആണ്, ഇതൊരു ടേം ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 2 2 ക്യാൻസൽ ചെയ്യാം, കോസും. ഇത് അങ്ങനല്ല, ഇത് പ്ലസ് ഇവിടെയും ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെയും പ്ലസ് ആണ്. ഒരു കാരണവശാലും ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, പി പ്ലസ് ക്യൂ ബൈ പി മൈനസ് ക്യൂ. പി ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം ഇടയ്ക്ക് ഒരു പ്ലസോ മൈനസോ ടേം ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ പി ഇൻറ്റു ക്യൂ ബൈ പി ഇൻറ്റു ക്യൂ എന്നാണെങ്കിൽ പി ക്യാൻസൽ ചെയ്യാം, ക്യൂ ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇടയ്ക്ക് ഒരു നെഗറ്റീവോ പോസിറ്റീവോ വന്നാൽ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മള് ഇവിടെ ഇതൊരൊറ്റ ടേമാണ്, പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ ടേമാണ്. ഇവിടെ ഒരു cos 3x ഉണ്ട്, ഇവിടെ ഒരു cos 3x ഉണ്ട്. അപ്പൊ നമ്മളൊരു cos 3x കോമൺ ആയിട്ട് എടുത്തു. ബാക്കി 2 cos x വരും പ്ലസ് 1 കോമൺ ആയിട്ട് എടുത്തു. ഇവിടെയും cos 3x കോമൺ എടുത്താൽ 2 cos x പ്ലസ് 1 ബൈ ഡിനോമിനേറ്ററിൽ ഒരു sin 3x കോമൺ ആയിട്ട് എടുത്തു. ഇവിടെ sin 3x ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഒറ്റ ടേം ആയിട്ട് എടുക്കാവും. അപ്പൊ ഇതൊരു ടേം ആണ്, ഇതൊരു ടേം ആണ്. അപ്പൊ രണ്ടിടത്തും sin 3x ഉണ്ട്, അതും 2 cos x പ്ലസ് 1. അപ്പൊ കോമൺ ആയിട്ട് കണ്ട ഇൻറ്റു വന്നു, ഈ ബ്രാക്കറ്റ് ഇട്ട് ഇൻറ്റു എന്നാവും. cos 3x ഇൻറ്റു 2 cos x പ്ലസ് 1 ബൈ sin 3x ഇൻറ്റു 2 cos x പ്ലസ് 1. അപ്പൊ ഇതും ക്യാൻസൽ ചെയ്യും. ബാക്കി cos a ബൈ sin a എന്ന് പറഞ്ഞാൽ cot a. അപ്പം cot 3x, കാരണം cos a ബൈ sin a എന്ന് പറഞ്ഞാൽ cot a ആണ്. അപ്പൊ cos 3x ബൈ sin 3x is equal to cot 3x. നല്ലൊരു പ്രോബ്ലം അല്ലേ? പരീക്ഷയ്ക്ക് വരാൻ പറ്റിയ ഒരു ക്വസ്റ്റൻ ആണ്. ഇനിയിപ്പോ നമ്മുടെ പരീക്ഷ എന്ന് പറയാൻ അറിയാമല്ലോ, നമ്മുടെ പ്ലസ് ടുവിനൊക്കെ മാർച്ച് തന്നെ പരീക്ഷ തുടങ്ങും. അപ്പൊ നിങ്ങളെല്ലാം പഠിച്ചോണം. അതുകൊണ്ട് ഞാൻ വീഡിയോ ക്ലിപ്പിംഗ് കൂടി ഇടുന്നത്. ലൈവ് ക്ലാസ്സും ഉണ്ട്, ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ക്ലാസ്സും ഉണ്ട്. അതൊക്കെ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു. അപ്പൊ അത് പഠിച്ചോണം. എന്തായാലും നിങ്ങളുടെയും മിക്കവാറും മെയ് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ എക്സാം കാണുമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് sin 2x പ്ലസ് 2 sin 4x പ്ലസ് sin 6x is equal to 4 cos square x പ്ലസ് 4 cos square x into sin 4x. നമ്മൾ ഇവിടെയും ഇതിനെ നമുക്ക് sin c പ്ലസ് sin d എന്ന് എഴുതാൻ ഒക്കത്തില്ല, ഇത് രണ്ടുകൂടെ. കാരണം ഇവിടെ ഒരു 2 കിടപ്പുണ്ട്. അത് നമ്മൾ റീഅറേഞ്ച് ചെയ്യുക, ഇത് രണ്ടും എടുക്കുക. അതായത് sin 2x പ്ലസ് sin 6x പ്ലസ് 2 sin 4x റീഅറേഞ്ച്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ് എഴുതി. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതിനെ കുറച്ചുകൂടി ഒരു കാര്യം, ഇത് ഇങ്ങനെ എഴുതുമ്പോൾ ഏറ്റവും വലിയ ആംഗിൾ ആദ്യം എഴുതാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 sin c പ്ലസ് d ബൈ 2 ഇൻറ്റു cos c മൈനസ് d ബൈ 2 എന്ന് പറയുമ്പോൾ അവിടെ നെഗറ്റീവ് വരുന്നില്ല. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ നെഗറ്റീവ് വരത്തില്ലല്ലോ. ഇപ്പൊ വേണേ നമുക്ക് അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. നമ്മളത് മനസ്സിൽ ഓർത്താൽ മതി. നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ sin 2x ഇത് രണ്ടുകൂടെ നമുക്ക് sin c പ്ലസ് sin d എന്ന് എഴുതാൻ ഒക്കുന്നില്ല. ഇതെടുക്കാം sin 6x പ്ലസ് sin 2x പ്ലസ് 2 sin 4x. ഒന്ന് റീഅറേഞ്ച് ചെയ്തു. sin 6x പ്ലസ് sin 2x പ്ലസ് 2 sin 4x. അപ്പം ഏറ്റവും വലിയ ആംഗിൾ ഉള്ളത് ആദ്യം എഴുതി 6x. അപ്പൊ നമുക്ക് sin c പ്ലസ് sin d എന്ന് പറഞ്ഞാൽ 2 sin c പ്ലസ് d ബൈ 2 ഇൻറ്റു cos c മൈനസ് d ബൈ 2 അല്ലെ? നമുക്കൊന്നുകൂടെ താഴേക്കൊന്ന് എഴുതാം. അറേഞ്ച് ഇവിടെ സ്ഥലമില്ലാത്ത താഴോട്ട് ചെയ്യാൻ എഴുതുകയാണ്. അപ്പോൾ നമുക്ക് കണ്ട ഇത്രയും ഭാഗം sin c പ്ലസ് sin d 2 sin c പ്ലസ് d ബൈ 2 ഇൻറ്റു cos c മൈനസ് d ബൈ 2 പ്ലസ് 2 sin 4x പ്ലസ് 2 sin 4x. അങ്ങനെ അപ്പൊ sin c പ്ലസ് sin d ഓർത്തോണം. sin c പ്ലസ് sin d എന്ന് പറഞ്ഞാൽ 2 sin c പ്ലസ് d ബൈ 2 ഇൻറ്റു cos c മൈനസ് d ബൈ 2. ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ഓൾ ഡിവൈഡഡ് ബൈ സോറി പ്ലസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കി ബാക്കിയുള്ള 2 sin 4x അതുപോലെ എഴുതി. അപ്പൊ 2 sin 8x ബൈ 2 ഇൻറ്റു cos 6x മൈനസ് 2x 4x by 2 plus 2 sin 4x plus 2 sin 4x അല്ലേ? അപ്പം 2 sin 8 into കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 4x into cos 4 into കൂടെ 2x plus 2 sin 4x plus 2 sin 4x plus 2 sin 4x. ഇനി നമുക്ക് ചെയ്യേണ്ടത് നോക്കിക്കോളൂ, ഇതൊരു ഒറ്റ ടേം, പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ ടേം ആയിട്ട് എടുക്കട്ടെ. ഇടയ്ക്ക് ഒരു പ്ലസ് വന്നാൽ ഇത് രണ്ടാമത്തെ ടേമാണ്. അപ്പൊ
ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം. രണ്ടിലും 2 കോമൺ ആയിട്ട് എടുക്കാം. പിന്നെ sin 4x രണ്ടിടത്തും കോമൺ ആയിട്ട് എടുക്കാം. 2 sin 4x എടുക്കുന്നു. ഇവിടുന്ന് 2 sin 4x എടുക്കുമ്പോൾ ബാക്കി cos 2x പ്ലസ് ഇവിടുന്ന് 2 sin 4x അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1. എടുക്കുക എന്ന് പറയുമ്പോൾ 0 ഒന്നും എഴുതി വെക്കില്ല. എടുക്കുക എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് ഇതിൽ നിന്ന് ഇത് എടുക്കുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം 2 sin കോമൺ ആയിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പം 2 sin 4x into cos 2x by 2 sin 4x എന്നാണ്. 2 sin 4x 2 sin 4x ക്യാൻസൽ ആകുമ്പോൾ cos 2x പ്ലസ് 2 sin 4x ന്ന് 2 sin 4x എടുക്കുക എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്യുക. 2 sin 4x by 2 sin 4x ക്യാൻസൽ ചെയ്തു 1. അപ്പൊ ഞാൻ റീ അറേഞ്ച് ചെയ്യാം. 2 sin 4x into ഈ cos 2x പ്ലസ് 1 ഞാൻ 1 പ്ലസ് cos 2x എന്ന് എഴുതി. അതായത് a പ്ലസ് ബി തന്നെയാണ് b പ്ലസ് എ പ്ലസ് ബി എന്ന് പറയുന്നത് തന്നെയാണ് b പ്ലസ് എ. അപ്പൊ നമ്മള് cos 2x പ്ലസ് 1 എന്ന് പറയുന്നതിനാണ് 1 പ്ലസ് cos 2x. എന്താണ് അങ്ങനെ എഴുതാൻ കാരണം? നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് കുഞ്ഞുങ്ങളെ, അതായത് ഞാൻ എഴുതുന്നുണ്ട്, പ്രൂവ് ചെയ്തിട്ടുണ്ട്. 1 പ്ലസ് cos 2a എന്ന് പറഞ്ഞാൽ 2 cos square a എന്ന ഇക്വേഷൻ ഉണ്ട്. 1 പ്ലസ് cos 2a 2 cos square a, 1 മൈനസ് cos 2a ആണെങ്കിൽ 2 sin square a എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പം 1 പ്ലസ് cos 2a എന്ന് പറഞ്ഞാൽ 2 cos square a. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ 2 sin 4x ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇൻഡു ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻഡു 1 പ്ലസ് cos 2x എന്ന് പറയുമ്പോൾ 2 cos square x 2 cos square x. അപ്പോൾ 2 into 2 4 cos square x into sin 4x. പ്രോഡക്റ്റ് ആയിട്ട് എങ്ങനെ പറയുന്നത് നമുക്ക് അറേഞ്ച് ചെയ്യാം. 2 into 2 4 sin 4x into cos square x എന്ന് എഴുതാം. അല്ലെങ്കിൽ 2 into 2 cos square x into sin 4x. അല്ല a into b തന്നെയല്ലേ, b into. ഇപ്പൊ 2ab എന്ന് പറയുന്നത് തന്നെ 2b. എങ്ങനെ വേണ്ട അറേഞ്ച് ചെയ്യാം. പ്രോഡക്റ്റ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. 4 into 3 എന്ന് പറയുന്നതല്ലേ 3 into 4. അതുകൊണ്ട് 2 into 2 നമ്പർ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു. 4 cos square x ആദ്യം എഴുതി, sin 4x രണ്ടാമത്. 4 cos square x into sin 4x. Okay. Prove that cot 4x into sin 5x plus sin 3x is equal to cot x into sin 5x minus sin 3x. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത് ചെയ്താൽ ഇത് നേരിട്ട് ഇത് കിട്ടണമെന്നില്ല. കാരണം രണ്ടിന്റെ ഇടയ്ക്ക് നെഗറ്റീവ് ഒക്കെ ഉണ്ട്, ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിച്ച് ഒരു ആൻസർ കണ്ടുപിടിച്ച് വെക്കുക. റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്തിട്ട് അതിന്റെ ഒരു ആൻസർ കണ്ടുപിടിക്കുക. രണ്ട് ആൻസർ ഈക്വൽ ആയാൽ മതി. അപ്പോൾ നമ്മള് cot 4x into sin 5x plus sin 3x is equal to നോക്കണം cot 4x into sin c plus sin d. എന്താണ് sin c plus sin d? sin c plus sin d എന്ന് പറഞ്ഞാൽ 2 sin c plus d by 2 into cos c minus d by 2. അപ്പൊ അതുപോലെ ഇവിടെ sin c plus sin d 2 sin c plus d by 2 into cos c minus d by 2. Sin c plus sin d 2 sin c plus d by 2 into cos c minus d by 2. That is cot 4x into 2 sin 8x by 2 into cos 2x by 2. 2x by 2. Okay, 2x by 2. അപ്പൊ നമ്മള് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇൻഡു വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കണം. തെറ്റുന്ന ഒരു കാര്യം, ഇപ്പൊ k ഇൻഡു എ പ്ലസ് ബി എന്നാണെങ്കിൽ നമ്മൾ കെ എ പ്ലസ് കെ ബി എന്ന് എഴുതും. k ഇൻഡു എ മൈനസ് ബി ആണെങ്കിൽ കെ എ മൈനസ് കെ ബി എന്ന് എഴുതും. പക്ഷേ ഇത് k ഇൻഡു എ ബി എന്നുള്ള കൺസെപ്റ്റ് അല്ലെ, k ഇൻഡു എ ബി സി എന്നുള്ള കൺസെപ്റ്റ്, എ എ ബി എ സി അങ്ങനെ. അതായത് നോക്കാം, cot 4x ഇൻഡു ഇങ്ങനെ 2 sin 8x by 2 4x into cos x എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ ഇത് a ഇൻറ്റു ബി ഇൻറ്റു സി. അപ്പൊ k അത് ഒരിക്കലും ഇടയ്ക്ക് പ്ലസോ മൈനസോ ആണെങ്കിലേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. k ഇൻറ്റു എ ബി സി എന്ന് പറയുമ്പോൾ k എ ബി സി എന്ന് എഴുതാൻ ഒക്കത്തുള്ളൂ, ഒരുമിച്ച് അങ്ങ് എഴുതാനേ ഒക്കത്തുള്ളൂ. അല്ലാതെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം k എ ഇൻറ്റു കെ ബി ഇൻറ്റു കെ സി അങ്ങനെ ഇല്ല. k ഇൻറ്റു എ പ്ലസ് ബി ആണെങ്കിൽ കെ എ പ്ലസ് കെ ബി, k ഇൻറ്റു എ മൈനസ് ബി ആണെങ്കിൽ കെ എ മൈനസ് കെ ബി. അതിന് പകരം k ഇൻറ്റു എ ബി സി കെ എ ബി സി. ഫോർ എക്സാമ്പിൾ 2 ഇൻറ്റു 3 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്?
2 into 3 into 4 12 that is equal to 24. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഒരുമിച്ച് 2 into 3 into 4 എന്ന് ഒരുമിച്ച് അങ്ങ് എഴുതുക ചെയ്യുന്നത്. എന്നാലേ 24 എന്ന് വരുന്നുണ്ടോ. 2 into 3 6 into 4 24 എന്ന് വരും. അതിന് പകരം 2 into 3 6 into 2 into 4 8 എന്ന് പറയുമ്പോൾ 48 എന്നാണ് വരുന്നത്. തെറ്റാ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയല്ല. K into AB എന്ന് പറയുമ്പോൾ KAB. K into ABC മീൻസ് KABC ഒരുമിച്ച് എഴുതത്തേയുള്ളൂ. അല്ലാതെ അകത്തോട്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇടയ്ക്ക് പ്ലസോ മൈനസോ വേണം എന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ ഓർത്തോണം. തെറ്റിപ്പോകരുത്. അല്ലാതെ തെറ്റുന്നൊരു കാര്യം. അപ്പൊ ഇവിടെ നമ്മൾ cot 4x ഇൻറ്റു ഇത് ബ്രാക്കറ്റൊക്കെ മാറ്റി എഴുതിയാൽ മതി. 2 sin 4x ഇൻറ്റു cos x. കണ്ടോ? K ഇൻറ്റു ABC KABC ഒരുമിച്ച് എഴുതും. കാരണം നമ്മൾ A ഇൻറ്റു BC എന്ന് പറഞ്ഞാൽ ABC എന്നേ എഴുതത്തുള്ളൂ. അല്ലെങ്കിൽ AB ഇൻറ്റു C എന്ന് പറഞ്ഞാലും ABC എന്നേ എഴുതത്തുള്ളൂ. അല്ലാതെ AB ഇൻറ്റു AC എന്നല്ല. അത് ഇടയ്ക്ക് പ്ലസോ മൈനസോ ആണെങ്കിൽ AB പ്ലസ് AC അല്ലെങ്കിൽ AB മൈനസ് AC എന്ന് വരത്തുള്ളൂ എന്നുള്ള കാര്യം തെറ്റരുത്. മിക്കവാറും എല്ലാവർക്കും എടുത്തിട്ട് കാര്യം. കാരണം ഇവിടെ ഈ ബ്രാക്കറ്റ് കിടക്കുമ്പോൾ ഓരോരുത്തർ അകത്തോട്ടൊക്കെ ചെയ്തു വെക്കും. അങ്ങനെ വേണ്ട. K ഇൻറ്റു ABC ഇതാണ്ട് KABC ഒരുമിച്ച് എഴുതത്തേ ഉള്ളൂ. അപ്പൊ ഇവിടെ cot 4x നെ നമുക്ക് cos 4x ബൈ sin 4x എന്നെഴുതാം. കാരണം എന്താണ് അങ്ങനെ എഴുതാൻ കാരണം? അതായത് cot A എന്ന് പറഞ്ഞാൽ cos A ബൈ sin. അപ്പൊ cot 4x cos 4x ബൈ sin 4x ഇൻറ്റു 2 sin 4x ഇൻറ്റു cos x. അതുപോലെ തന്നെ അപ്പൊ നോക്കി sin 4x ഉം sin 4x ഉം ക്യാൻസൽ ചെയ്തു. ബാക്കി 2 cos x ഇൻറ്റു cos 4x. 2 cos x ഇൻറ്റു cos 4x. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടി. ഇത് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്ത് ചെയ്യുമ്പോൾ ഈ ആൻസർ തന്നെ വരുന്നുണ്ടോ എന്ന് നോക്കാം. 2 cos x ഇൻറ്റു cos 4x വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. എന്താ റൈറ്റ് ഹാൻഡ് സൈഡ് cot x ഇൻറ്റു sin 5x മൈനസ് sin 3x. ഇതുപോലെ തന്നെ cot x ഇൻറ്റു sin c മൈനസ് sin d. sin c മൈനസ് sin d എന്ന് പറഞ്ഞാൽ 2 cos c പ്ലസ് d ബൈ 2 ഇൻറ്റു sin c മൈനസ് d ബൈ 2. അപ്പൊ ഇത് sin c മൈനസ് sin d 2 cos c പ്ലസ് d ബൈ 2 ഇൻറ്റു sin c മൈനസ് d ബൈ 2. അപ്പോൾ cot x ഇൻറ്റു 2 ഇൻറ്റു cos 8x ബൈ 2 ഇൻറ്റു sin 2x ബൈ 2 sin 5x മൈനസ് 3x എന്ന് പറയുമ്പോൾ 2x ബൈ 2. ഓക്കെ. അപ്പൊ ഒന്നുകൂടെ നമ്മൾ കറക്റ്റ് എഴുതുവാണ്. cot x ഇൻറ്റു 2 cos 8x ബൈ 2 4x ഇൻറ്റു sin x. 2 into ക്യാൻസൽ. 8 to 4 ക്യാൻസൽ ചെയ്യുമ്പോൾ 4 ആയി. 2 into ക്യാൻസൽ ചെയ്യുമ്പോൾ sin x. പക്ഷെ ഇവിടെ ഇൻറ്റു ആണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ K ഇൻറ്റു ABC എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എഴുതുക. KABC എന്ന് എഴുതാൻ പറ്റും. അപ്പം എല്ലാം ഇൻറ്റു ആണ്. അപ്പം ഒരുമിച്ച് അങ്ങ് എഴുതുക. cot x ഇൻറ്റു 2 cos 4x ഇൻറ്റു sin x. പക്ഷെ നമുക്ക് cot x ന് cot A എന്ന് പറഞ്ഞാൽ cos A ബൈ sin A ആണ്. അപ്പോൾ cot x എന്ന് പറഞ്ഞാൽ cos x ബൈ sin x ഇൻറ്റു 2 cos 4x ഇൻറ്റു sin x. sin x ഉം ക്യാൻസൽ ചെയ്തു. ബാക്കി നമ്മൾ 2 ഇൻറ്റു cos x ഇൻറ്റു cos 4x. കണ്ടോ? റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വലായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തേ ഉള്ളൂ. 2 ഇൻറ്റു cos x ഇൻറ്റു cos 4x. നമ്മളിപ്പം അത് ആദ്യം തരില്ല. ഇപ്പം 2 ഇൻറ്റു 3 ഇൻറ്റു 4 നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. 3 ഇൻറ്റു 2 ഇൻറ്റു 4 എന്നോ 2 ഇൻറ്റു 4 ഇൻറ്റു 3 എന്നോ 4 ഇൻറ്റു 3 ഇൻറ്റു 2 എങ്ങനെ വന്നാലും ആൻസർ 24 ആയിരിക്കും. അതുകൂടെ നമ്മൾ ആദ്യം 2 എഴുതി പിന്നെ cos x ഇൻറ്റു cos 4x. 2a ഇൻറ്റു b എന്ന് പറയാൻ തന്നെ b ഇൻറ്റു a തിരിച്ചു എഴുതാം. മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ എല്ലാം എഴുതാം. അതായത് ഇപ്പം 2ab എന്ന് പറയാൻ തന്നെ 2ba. അല്ലെങ്കിൽ എയുടെ മുമ്പിൽ 2 ഉണ്ടെന്നല്ല അർത്ഥം. എയുടെയും ബിയുടെയും പ്രോഡക്റ്റിന്റെ 2 ടൈംസ്. അപ്പൊ എയുടെയും ബിയുടെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് തന്നെ ബിയുടെ എയുടെയും പ്രോഡക്റ്റ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തത് 2 cos x ഇൻറ്റു അല്ലെ 2 cos 4x ഇൻറ്റു cos x. അത് തന്നെ 2 cos x ഇൻറ്റു cos 4x. അപ്പൊ ലെഫ്റ്റ് സൈഡ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിട്ട് കിട്ടി. അപ്പം രണ്ട് ആൻസർ ഈക്വൽ ആയിട്ട് വന്നു. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്.
അടുത്തത് പ്രൂവ് ദാറ്റ് സൈൻ സ്ക്വയർ 6x മൈനസ് സൈൻ സ്ക്വയർ 4x is equal to സൈൻ 2x into സൈൻ 10x. നമ്മളപ്പം സൈൻ സ്ക്വയർ 6x മൈനസ് സൈൻ സ്ക്വയർ 4x നമുക്ക് സൈൻ 6x പ്ലസ് സൈൻ 4x ഇൻറ്റു സൈൻ 6x മൈനസ് സൈൻ 4x എഴുതി. കാരണം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാണ്. അതാണ് ഇത് കണ്ടോ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതായത് സൈൻ 6x സൈൻ സ്ക്വയർ 6x എന്ന് പറയുമ്പോൾ സൈൻ 6xന്റെ സ്ക്വയർ, സൈൻ സ്ക്വയർ 4x എന്ന് പറയുമ്പോൾ സൈൻ 4xന്റെ സ്ക്വയർ എന്നാണ്. ഇത്രയും ഭാഗം സ്ക്വയർ എന്നാണ് അതിന്റെ അർത്ഥം. ഇതും ദി ഓൾ സ്ക്വയർ എന്നാണ് അതിന്റെ മീനിങ്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇത് സൈൻ സി പ്ലസ് സൈൻ ഡി 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. കണ്ടോ, സൈൻ സി പ്ലസ് സൈൻ ഡി എന്നുള്ള ഇക്വേഷൻ ആണ്. സൈൻ സി പ്ലസ് സൈൻ ഡി 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. ഇത് സൈൻ സി മൈനസ് സൈൻ ഡി, സൈൻ സി മൈനസ് സൈൻ ഡി 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2. 2 cos c plus d by 2 into sin c minus d by 2. That is 2 sin 10x by 2 into cos 2x by 2 into 2 cos 10x by 2 into sin 2x by 2. 6x minus 4x 2x by 2. അപ്പൊ നമ്മൾ ഒന്നുകൂടെ എഴുതുമ്പോൾ 2 sin 5x into cos 6. 2 ക്യാൻസൽ ചെയ്തു. 10ഉം ഇത് 10x by 2 ആണ്. 2ഉം 10 ക്യാൻസൽ 5x into cos 6. 2 ക്യാൻസൽ ചെയ്തു. 2 cos 5x into sin x. 2xും 2 ക്യാൻസൽ x. ഇനിയാണ് നമ്മൾ ഇതെല്ലാം ഇൻഡു ആണ്. എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. അപ്പൊ പി ഇൻറ്റു ക്യൂ ഇൻറ്റു ആറിനെ ക്യൂ ഇൻറ്റു ആർ ഇൻറ്റു പി എന്നോ ആർ ഇൻറ്റു പി ഇൻറ്റു ക്യൂ എന്നോ എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം ഇൻഡു ആണെങ്കിൽ. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ 2 ആദ്യം എഴുതി. ഇനി എക്സിന്റെ ടേം ഉള്ളത് കണ്ടോ, സൈൻ എക്സ്, എക്സ് എന്നുള്ള ആംഗിൾ ഉള്ള ടേം 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഈ 3 ടേം ആദ്യം എഴുതി. 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. എക്സ് ആംഗിൾ എക്സ് ഉള്ള എല്ലാം കൂടെ ഒരുമിച്ച് എഴുതി. 2 ഇൻറ്റു സൈൻ. എന്താ അങ്ങനെ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 സൈനെ കോസെ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്, സൈൻ 2a. ഇതെല്ലാം ഞാൻ പ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ട്, ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സിൽ പ്രൂവ് ചെയ്തതാണ്. അല്ലെങ്കിൽ കാണാതെ പഠിക്കുക. സൈൻ 2a 2 സൈനെ കോസെ. ഇപ്പൊ 2 സൈനെ കോസെ എന്ന് പറഞ്ഞാൽ സൈൻ 2a. അതുകൊണ്ട് ഇതിനെ വേണമെങ്കിൽ നമുക്ക് 2 സൈൻ എക്സ് കോസ് എക്സിന് ഇതിന് സൈൻ 2x എന്നല്ല. അതുകൊണ്ടാണ് ഈ 2 ഈ സൈൻ എക്സും ഈ കോസ് എക്സ് കൂടെ. കാരണം എല്ലാം പ്രോഡക്റ്റ് ആകുമ്പോൾ എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. 2 ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇനി അടുത്ത് എഴുതാൻ പോകുന്നത് ഇൻറ്റു. ഇത് ഇൻറ്റു മാർക്കാണ്. 2 ഇൻറ്റു 5x 5x ആംഗിൾ ഉള്ളത് പിന്നെ ഏതാ, സൈൻ 5x ഇൻറ്റു കോസ് 5x. ശ്രദ്ധിക്കുക, 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു 2 സൈൻ 5x ഇൻറ്റു മാർക്ക് 2 സൈൻ 5x ഇൻറ്റു കോസ് 5x. ഇപ്പൊ 2 സൈൻ എക്സ് കോസ് എക്സിനെ നമുക്ക് ധൈര്യമായിട്ട് സൈൻ 2x എന്ന് എഴുതാം. ഇത്രയും ഭാഗത്തിനെ സൈൻ 2x എന്ന് എഴുതാം. കാരണം നോക്ക്, 2 സൈനെ കോസ് സൈൻ 2a. ഇപ്പൊ 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ 2x ആണല്ലോ. 2 സൈനെ കോസ് സൈൻ 2a. നമ്മൾ തിരിച്ചാ പഠിച്ചേക്കുന്നത് സൈൻ 2a 2 സൈനെ കോസ്. അപ്പൊ തിരിച്ച് 2 സൈനെ കോസ് സൈൻ 2a. അപ്പൊ 2 സൈൻ എക്സ് കോസ് എക്സ് സൈൻ 2x. അപ്പൊ ഇത്രയും ഭാഗം സൈൻ 2. പക്ഷെ ഇവിടെ കണ്ടോ, 2 സൈൻ 5x കോസ് 5x. അപ്പൊ ഇവിടെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആംഗിളിന്റെ അവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 2 സൈൻ 5x ഇൻറ്റു കോസ് 5x. ആംഗിളിന്റെ അവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ വാല്യൂന് വ്യത്യാസം വരായിരിക്കാൻ അപ്പുറത്ത് ഇവിടെ ആംഗിളിന്റെ അവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ സൈൻ 2x ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 10x. അപ്പം ഇൻറ്റു ഇത്രയും ഭാഗം സൈൻ 10x. സൈൻ 2x ഇൻറ്റു ഇതാണ് പ്രൂവ് ദാറ്റ് സൈൻ 10x. ഓർക്കുക, 2 സൈൻ എക്സ് കോസ് എക്സ് സൈൻ 2x. അപ്പൊ ഇവിടെ ആംഗിളിന്റെ അവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ 5x അല്ലേ വരുന്നത്, 5x. അപ്പം ഇവിടെ ആംഗിളിന്റെ അവിടെ ലെഫ്റ്റ് സൈഡിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ
2 sin 5x into cos 5x. അപ്പൊ വാല്യൂന് ചേഞ്ച് വരായിരിക്കാൻ അപ്പുറത്തും ആംഗിളിന്റെ അവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ sin 2x into 5 എന്ന് പറയുമ്പോൾ 10x. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറെ എക്സാമ്പിൾ 2 sin 6x into cos 6x ആണെങ്കിൽ എന്ത് വരാം ഒന്ന് മനസ്സിലാൻ വേണ്ടി പറയുക. 2 sin 6x into cos 6x എന്നാണെങ്കിൽ ഇവിടെ ആംഗിളിന്റെ അവിടെ ലെഫ്റ്റ് സൈഡ് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, വാല്യൂന് ചേഞ്ച് വരായിരിക്കാം, വിലയ്ക്ക് വ്യത്യാസം വരായിരിക്കാം. റൈറ്റ് സൈഡിലും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ sin 12x എന്നാവും. sin 12x. ഇനി 2 sin ഒരു ഇവിടെ നമ്മളൊരു 7x ആണ്. 2 sin 7x into cos 7x ആണെങ്കിൽ എന്ത് വന്നേന്? 2 sin 7x into cos 7x ആണെങ്കിൽ ഇവിടെ കൂടെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ sin 2 into 2x into 7 sin 14x അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2 sin x cos x sin 2x, 2 sin x cos x sin 2x ആണ്. 2 sin 5x cos 5x ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇതിന് പകരം sin 10x. ഓക്കെ.